നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ആധുനിക ഇന്ത്യ പറഞ്ഞു വരികയാണല്ലോ അല്ലേ? ആധുനിക ഇന്ത്യ പറഞ്ഞിട്ട് എവിടെ കഴിഞ്ഞ ദിവസം നിർത്തിയതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും അല്ലേ? എവിടെ നിർത്തിയത്? നമ്മൾ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. ഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തിയപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നടന്നു. ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പലരെയും നമ്മൾ ഗാന്ധിയുടെ പേര് ചേർത്ത് തന്നെ വിളിച്ചു. കേരള ഗാന്ധി, ഡൽഹി ഗാന്ധി, മോഡേൺ ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് കേരള ഗാന്ധിയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിശദമായി പറയാം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പോൾ ആ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുറകോട്ട് പോയാൽ മതി, നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ കേരള ഗാന്ധിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. കേളപ്പനെക്കുറിച്ച്. കേളപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹം ഇവിടെ ചില സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ്. അല്ല, ആദ്യം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കാര്യം തന്നെ പറയാം അല്ലേ? കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. അതെവിടെ നടന്നേ? കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരാണ്. അപ്പോൾ പയ്യന്നൂർ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പനാണ്. പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് കടൽ വെള്ളം കോരി ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് ഈ പരിപാടി നടന്നു. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നടന്നു. കോഴിക്കോടുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, അദ്ദേഹമാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി കേളപ്പന സംഘവും കോഴിക്കോട് നിന്നാണ് എവിടേക്ക് വന്നത്? പയ്യന്നൂരിലേക്ക് വന്നത്. ഇവർ വരുമ്പോൾ ഇവർ വെറുതെ അല്ല വന്നത്, ഇവരും പാട്ടും പാടിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഗാനം അതേതായിരുന്നു? അത് വരിക വരിക സഹചര്യയാണ്. വരിക വരിക സഹചരെ സഹന സമര സമയമായി കൈകൾ കോർത്ത് കരളുറച്ച് കാൽനടയ്ക്ക് പോകണം. ഇതാരാ എഴുതിയത്? അംശി നാരായണപിള്ള. അപ്പോൾ അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എഴുതിയത്. അതാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം. ഇനി നമ്മുടെ ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹ ഗാനം എന്തായിരുന്നു? രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം അല്ലേ? അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു പോയതാണ്. എന്തായാലും കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഗാനം എന്ന് പറയുന്നത്, അവർ പാടിക്കൊണ്ടുപോയ പാട്ടെന്ന് പറയുന്നത് വരിക വരിക സഹചര്യമാണ്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ തുടർന്ന് കേളപ്പനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ കേളപ്പനെ കാണുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCCയുടെ പ്രസിഡൻ്റായിരുന്നത് കേളപ്പനാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCCയുടെ പ്രസിഡൻ്റായിരുന്നു കേളപ്പൻ. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു ആരായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇപ്പോൾ KPCC പ്രസിഡന്റ് കേളപ്പനാന്ന് പറഞ്ഞു. ഇനി അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഐക്യ കേരളം രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു ഐക്യ കേരള പ്രസ്ഥാനമുണ്ടായി. അതായത് മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി 1947 തൃശ്ശൂരിൽ ഒരു ഐക്യ കേരള കോൺഫറൻസ് വിളിച്ചു കൂട്ടി. തൃശ്ശൂരിൽ നടന്ന ആ ഐക്യ കേരള കോൺഫറൻസിന് അധ്യക്ഷം വഹിച്ചത് കേളപ്പനാണ്. ആ ഒരു ഐക്യ കേരള കോൺഫറൻസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ സമ്മേളനത്തിൽ നമ്മുടെ കൊച്ചിയിലെ രാജാവ് തന്നെ പങ്കെടുത്തു. ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ അറിയപ്പെടുന്ന കൊച്ചിയിലെ രാജാവ് പരിഷത്ത് തമ്പുരാൻ, രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ, അദ്ദേഹത്തിന് ഏതു വിധേനയും കേരള സംസ്ഥാനം രൂപീകരിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്തു, അതിനെ ആശംസിച്ചു. അത് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ, കൊച്ചിയിലെ ഭരണാധികാരി. അപ്പോൾ എന്തായാലും അവരൊരു പ്രമേയമൊക്കെ പാസ്സാക്കി കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ കാണുന്നു കേളപ്പനെ നമ്മൾ. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സംസ്ഥാനമെല്ലാം രൂപീകരിച്ച് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് നമ്മൾ ഒരു പുതിയ ഈ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ കുറേയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് അത് കേളപ്പൻ ഒട്ടും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരുന്നില്ല. മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയുടെ രൂപീകരണം എന്ന് പറയുന്നത് ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് കേളപ്പനാണ്. അതൊക്കെ PSC ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ചും LDC പോലുള്ള പരീക്ഷകൾക്ക് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വളരെ മുമ്പാണ് നമ്മുടെ ആ വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ അതിൻ്റെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നത് കേളപ്പനാണ്.
അത് കഴിഞ്ഞിട്ട് കേളപ്പനെ കാണുന്നു നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കേളപ്പൻ. ഇനി ആദ്യം ഒരു സത്യാഗ്രഹം ആരംഭിച്ചിട്ടും യാതൊരു ഗുണവും ഉണ്ടാകാത്തത് കൊണ്ട് കേളപ്പൻ അവിടെ നിരാഹാരം ആരംഭിച്ചു. കേളപ്പൻ മരണമടയാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നിയിട്ട് ഗാന്ധിജി ഇടപെട്ടിട്ട് ആ സത്യാഗ്രഹം നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ കേളപ്പൻ മാത്രമാണ് അവിടെ നിരാഹാരം അനുഷ്ഠിച്ചത്. ഇത് നമ്മളെ വലയ്ക്കാൻ വേണ്ടി PSC മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച സവർണനാര് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ ധരിക്കും. ഇല്ല, ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. കേളപ്പനാണ് അവിടെ നിരാഹാരം അനുഷ്ഠിച്ചത്. കേളപ്പൻ സവർണ ജാതിയിൽപ്പെട്ട ആളാണ്. നമ്മുടെ മന്നത്ത് പത്മനാഭൻ NSS രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് കേളപ്പൻ. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. അതിൻ്റെ രൂപീകരണവുമായിട്ടൊക്കെ മുന്നോട്ട് പോയ ആളെന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ആദ്യമേ തന്നെ ആരും വഹിക്കുന്നുണ്ട്? കേളപ്പനും വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേളപ്പനെ കാണുന്നുണ്ട് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹം അതിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വോളണ്ടിയറായിട്ട് തിരഞ്ഞെടുത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് കേളപ്പനാണ്. അപ്പോൾ വ്യക്തി സത്യാഗ്രഹത്തിൽ ഗാന്ധി തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അതും നമ്മുടെ കേളപ്പൻ തന്നെയാണ്. അതുപോലെ വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചു. വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളിയിൽ ആരംഭിക്കുമ്പോൾ കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കേളപ്പനാണ്. അങ്ങനെ വളരെ സജീവമായിട്ട് അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. ഇനി പിന്നീട് നമ്മൾ അദ്ദേഹം കോൺഗ്രസിൽ നിന്നൊക്കെ പോവുകയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കേളപ്പൻ പിന്നീട് ഏത് പാർട്ടിയിലാണ് അംഗമായി പ്രവർത്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമായി പ്രവർത്തിക്കുകയായിരുന്നു കേളപ്പൻ. പിന്നെ ഇപ്പോൾ കേളപ്പൻ്റെ പേരിൽ ഒരു മ്യൂസിയം ഉണ്ട്, കേളപ്പൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാക്കനാർപുരം, കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്തിലാണ് കേളപ്പൻ്റെ പേരിൽ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കേളപ്പൻ്റെ പേരിൽ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേളപ്പൻ്റെ പേരിൽ ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേളപ്പനിലേക്ക് വന്നത് കേരള ഗാന്ധി കേളപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരള ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ എന്താ സംഭവം? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് വന്ന അവിടെ നിന്ന് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാരെന്താ പരിപാടി ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ 1930 ലണ്ടനിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയാണ്, ഒരു വട്ടമേശ സമ്മേളനം. നമുക്കൊരു മേശയുടെ ചുറ്റും വരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇന്ത്യയിലെ ചില ഭരണപരിഷ്കാരങ്ങളൊക്കെ വരുത്താം, അതിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്നു. അപ്പോൾ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ ഉപ്പ് സത്യാഗ്രഹ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരും അവിടെ പങ്കെടുക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ കേളപ്പനെ വിട്ടു കേട്ടോ, എന്നിട്ട് ഞാൻ വീണ്ടും ദേശീയതയിലേക്ക് വന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരും അവിടെ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടു. അപ്പോൾ കോൺഗ്രസിനെ കൂടി പങ്കെടുപ്പിക്കാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. അങ്ങനെ ഗാന്ധിജിയുമായിട്ട് അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആൾ ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ്. ആ ഇർവിൻ പ്രഭു ഗാന്ധിജിയുമായി ചേർന്ന് ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു, ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധിയായിട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഗാന്ധിജി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്നാണ് ഗാന്ധി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചത്. നമ്മൾ മുന്നൊരു എപ്പിസോഡിൽ നമ്മുടെ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്ത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇത് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം. ഗാന്ധിജി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഏതാണ്? അത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഇർവിൻ അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാണ് ഇർവിൻ. ഈ ഇർവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ക്രിസ്ത്യൻ വൈസ്രോയി എന്ന്. ഇന്ത്യയിലേക്ക് വന്ന ഏക ക്രിസ്ത്യൻ വൈസ്രോയി എന്ന് നമ്മൾ പറയുന്ന ആരെയാണ്? ഇർവിനെയാണ്.
അപ്പോൾ ബാക്കി ഇന്ത്യയിലേക്ക് വന്ന വൈസ്രോയിമാരിൽ നമ്മുടെ റീഡിങ് ജൂതനായിരുന്നു, റീഡിങ് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ക്രിസ്ത്യാനികളാണ്. പിന്നെ ഇങ്ങനെ ഇദ്ദേഹത്തെ മാത്രം ക്രിസ്ത്യൻ വൈസ്രോയി എന്ന് വിളിച്ചു? ഇദ്ദേഹം മാത്രമാണ് കത്തോലിക്കക്കാരനായ വൈസ്രോയി, ബാക്കി എല്ലാവരും പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ക്രിസ്ത്യൻ വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഗാന്ധിജി പോകുന്നു. ഇർവിനുമായിട്ട് ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചിട്ട് ഗാന്ധിജി അവിടെ ചെല്ലുമ്പോൾ ഗാന്ധിയുടെ ഉപദേശകനായിട്ട് ഒരാൾ കൂടി അവിടെയുണ്ട്. ഗാന്ധിയുടെ ഉപദേശകനായിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു നമ്മുടെ മദൻ മോഹൻ മാളവ്യ. അപ്പോൾ അത് PSC അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിയുടെ ഉപദേശകനായി പങ്കെടുത്തത് ആരാ എന്നൊരു ചോദ്യം മുമ്പ് കണ്ടു. അതാരാണ്? അത് മദൻ മോഹൻ മാളവ്യയാണ്. ഞാനത് മദൻ മോഹൻ മാളവ്യയെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഇനി ആ സമ്മേളനത്തിൽ നമ്മുടെ സരോജിനി നായിഡു പങ്കെടുത്തതായിട്ട് പറഞ്ഞു. സരോജിനി നായിഡു എങ്ങനെയാണ് പങ്കെടുത്തത്? ഓൾ ഇന്ത്യ വിമൻസ് ഫെഡറേഷൻ പ്രതികരിച്ചിട്ടാണ് പങ്കെടുത്തത്. പിന്നെ നമ്മുടെ അംബേദ്കർ പങ്കെടുത്തു. അദ്ദേഹം ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസ് ഫെഡറേഷനെ പ്രതികരിച്ചിട്ട് പങ്കെടുത്തു അംബേദ്കർ, അല്ലേ? ഇവരൊക്കെ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഗാന്ധിജി ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനൊരു ആവശ്യം അംഗീകരിക്കുവാൻ ബ്രിട്ടീഷുകാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സിവിൽ ആജ്ഞാന ലംഘന പ്രസ്ഥാനം തുടരുകയാണ്. ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ വീണ്ടും അറസ്റ്റ് ചെയ്തു, പൂനെയിലെ ഇർവാദ ജയിലിൽ അടയ്ക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ മൂന്നാമത് ഒരു വട്ടമേശ സമ്മേളനം കൂടി വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ ആദ്യത്തേത് 1930, 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം, 32 മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം. ഈ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലും കോൺഗ്രസ്സുകാരും പങ്കെടുക്കുന്നില്ല. കാരണം അപ്പോൾ വീണ്ടും ഗാന്ധി എന്തുമായിട്ട് മുന്നോട്ട് പോവാണ്? സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലും കോൺഗ്രസിനെ പ്രതികരിച്ചിട്ട് ആരും പങ്കെടുക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം അത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ പങ്കെടുത്തത് ഗാന്ധിജിയാണ്. എന്തായാലും ഗാന്ധി ഇങ്ങ് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ അംബേദ്കർ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന അംബേദ്കറെയാണ്. അത് ഞാൻ അവിടെ ഒരു വാക്കെടുത്ത് പറഞ്ഞു, ദേശീയ നേതാവ്. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് എന്നെടുത്ത് പറയാൻ കാരണം മറ്റ് പലരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരുണ്ട്. നാട്ടുരാജ്യങ്ങളെ പ്രതികരിച്ചിട്ട് പങ്കെടുത്തവരുണ്ട്, വനിതകളെ പ്രതികരിച്ചിട്ട് പങ്കെടുത്തവരുണ്ട്. പക്ഷേ അംബേദ്കറാണ് ഒരു ദേശീയ നേതാവ് എന്ന രീതിയിൽ പങ്കെടുത്ത ആളെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുണ്ട്, റാംസേ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ആൾ. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് റാംസേ മക്ഡൊണാൾഡ്. അദ്ദേഹം ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു. അവാർഡ് അറിയപ്പെടുന്നത് കമ്മ്യൂണൽ അവാർഡ് എന്നാണ്. അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കൊടുത്തൊരു അവാർഡ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അതായത് ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം. അപ്പോൾ ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് 1932 കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരാ? അത് റാംസേ മക്ഡൊണാൾഡ് ആണ്. അദ്ദേഹമാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, എന്തായാലും ഗാന്ധിജി ഇവിടെ വന്നിട്ട് വീണ്ടും സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം തുടരുകയും ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഗാന്ധിജി പൂനെയിലെ ഇർവാദ ജയിലിലാണ്. അവിടെ ഗാന്ധി ഈ കമ്മ്യൂണൽ അവാർഡിനെതിരെ നിരാഹാരം ആരംഭിക്കുന്നു. കാരണം ബ്രിട്ടീഷുകാർ ഈ കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തി ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് പിന്നോക്ക സമുദായക്കാരുടെ നിലയങ്ങ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. പിന്നെന്താ? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഇന്ത്യയിലെ പിന്നോക്കക്കാരെ കോൺഗ്രസിൽ നിന്ന് അകറ്റുക. ഇതാണ് ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗാന്ധിജി ഇതിനെതിരെ നിരാഹാരം ആരംഭിക്കുന്നു. പൂനെയിലെ ഇർവാദ ജയിലിൽ ഗാന്ധി നിരാഹാരം ആരംഭിക്കുന്നു. അപ്പോൾ അംബേദ്കർ അവിടെ ചെല്ലുന്നു. ശരിക്കും ഗാന്ധിജി നിരാഹാരം കിടന്ന് മരണമടയുമെന്നൊരവസ്ഥയിലേക്ക് പോവാണ്. അപ്പോൾ അംബേദ്കർ അവിടെ ചെല്ലുകയും ഗാന്ധിജിയുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. അംബേദ്കറും ഗാന്ധിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയും കൂടെ ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു, പൂന ഉടമ്പടി. അപ്പോൾ 1932 പൂന ഉടമ്പടിയെ തുടർന്ന് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധി ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹം ഗാന്ധിജി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1932 കമ്മ്യൂണൽ അവാർഡ്, പൂന ഉടമ്പടി. ഇതിലേക്കൊക്കെ നമ്മൾ വന്നത് തൊട്ടു മുമ്പ് പറഞ്ഞു വട്ടമേശ സമ്മേളനങ്ങൾ.
3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാവ് അംബേദ്കർ. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഗാന്ധിജി അല്ലെ, ഏക പ്രതിനിധി എന്ന രീതിയിലാണ് നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂടിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ റാംസെ മക്ഡൊണാൾഡ്. വട്ടമേശ സമ്മേളനങ്ങൾ എന്ന വർഷം 1930, 31, 32 അല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. ഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കേളപ്പനെ കുറിച്ച് പറഞ്ഞു. കേളപ്പൻ എന്ന വ്യക്തിയെക്കുറിച്ച് PSC സാധാരണ ചോദിച്ചു കാണുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ എപ്പിസോഡ് കേൾക്കുന്നവർക്ക് അത് നന്നായിട്ട് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. എന്തായാലും LDC പരീക്ഷയ്ക്ക് 27-ാം തീയതി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും തന്നെ തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടാവും. ആ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഈ എൻ്റെ വീഡിയോ കേൾക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പരീക്ഷ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ ആശംസകളും.